കൂടുതൽ വിവരങ്ങൾ നൽകാൻ MC നാസർ ദുബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. നാസർ, വെടിനിർത്തൽ ചർച്ചകൾ തകൃതിയായി തന്നെ തുടരുകയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ പൂർണ്ണമായും ആക്രമണം അവസാനിപ്പിച്ചാൽ മാത്രമേ ആ ഒരു കാര്യത്തിലേക്ക് കടക്കൂ എന്നാണല്ലോ ഹമാസ് പറയുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിന് ഇസ്രായേൽ സമ്മതിക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും അത്ര എളുപ്പമല്ല ഈ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങുക എന്നത്. ഇപ്പോൾ UN രക്ഷാസമിതിയുടെ പിന്നിട്ട് 2 ദിവസങ്ങളിലായിട്ട് UAE കൊണ്ടുവന്നിരിക്കുന്ന കരട് പ്രമേയത്തിലുള്ള ചർച്ച തുടരുകയാണ്. ഇന്ന് രാത്രി കരട് പ്രമേയത്തിൽ വോട്ടെടുപ്പ് നടക്കും. അതിൽ അമേരിക്കയുടെ നിലപാട് നിർണായകമായിരിക്കും. അല്പം മുമ്പ് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഗസയിലേക്ക് ഉടനീളം ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ലഭ്യമാക്കാനുള്ള UN ആവശ്യത്തോട് അമേരിക്ക എതിര് നിൽക്കുകയില്ല. അതേസമയം ഹമാസിനെ തുരത്തുക എന്ന ആ ലക്ഷ്യം, അതിനോട് ലോകരാജ്യങ്ങൾ കുറെ കൂടി ചേർന്ന് നിൽക്കേണ്ടതുണ്ട്. ഹമാസിനെ തുരത്താത്ത ഒരു സാഹചര്യത്തിൽ, ഹമാസിന്റെ സൈനിക സംവിധാനങ്ങൾ പൂർണ്ണമായിട്ട് നിരായുധീകരിക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ മുന്നോട്ട് പോവുക അസാധ്യമായിരിക്കും. അതുകൊണ്ട് ലോകരാജ്യങ്ങൾ ഇപ്പോൾ വേണ്ടത് ഹമാസിനോട് ആയുധം വെച്ച് അടിയറവ് പറയുക, അതോടുകൂടി ഈ പ്രതിസന്ധി തീരും. അതിന് ലോകരാജ്യങ്ങൾ തയ്യാറാകണമെന്ന ഒരു പ്രഖ്യാപനമാണ് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ ഭാഗത്തു നിന്ന് അല്പം മുമ്പ് ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് ഹമാസിന്റെ ഉസാമ ഹംദാൻ, ഹമാസ് നേതാവിൻ്റെ ഒരു പ്രതികരണം, അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം ഇപ്പോൾ സമാപിച്ചിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ട് പറയുന്നത്, പിന്നിട്ട 2.5 മാസമായിട്ട് അമേരിക്കയ്ക്കൊപ്പം ചേർന്ന് ഇസ്രായേൽ നടത്തുന്ന കുരുതികൾ, അതിൻ്റെ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള നടപടികൾ, ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഗസയിലെ ജനത 2.5 മാസമായിട്ട് അതിശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് തുടരുകയാണ്. ആ ചെറുത്തുനിൽപ്പ് ഇനിയും മുന്നോട്ട് പോകും. ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വെടിനിർത്തലിന് വേണ്ടി അല്ലെങ്കിൽ ബന്ദികളെ കൈമാറുന്നതിന് വേണ്ടിയുള്ള ഒരു ചർച്ചയ്ക്ക് ഇപ്പോൾ ഹമാസ് തയ്യാറല്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ തന്നെ അസന്നിഗ്ധമായിട്ട് ഹമാസിൻ്റെ ഒസാമ ഹംദാൻ അല്പം മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈജിപ്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മധ്യസ്ഥ ചർച്ച പുരോഗമിക്കുന്നുണ്ട്. മധ്യസ്ഥ ചർച്ചകളൊക്കെ നടക്കുകയാണ്. ഈ ലോകരാഷ്ട്ര ങ്ങളുടെ നിലപാട് എന്താണ് നാസർ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട്? പ്രത്യേകിച്ച് അമേരിക്ക, നമ്മൾ തുടക്കത്തിൽ തൊട്ട് ഇസ്രായേലിന്റെ കൂടെയാണ് അമേരിക്കയുള്ളത്. ഈ വെടിനിർത്തലിനെ, UN-ന്റെ ഈ പ്രമേയത്തെ അവർ എങ്ങനെയാണ് കാണുന്നത്? ഒരു വെടിനിർത്തലിന് അനുകൂലമായൊരു നിലപാടിൽ തന്നെയാണോ അമേരിക്കയുള്ളത്? ഒരിക്കലുമല്ല. പ്രത്യേകിച്ച് ഇന്നലെയും മെനയാന്നുമായിട്ട് 2 ദിവസങ്ങളിലായിട്ട് UAE ഉൾപ്പെടെയുള്ള 15-അംഗ രക്ഷാസമിതിയിലെ അംഗങ്ങൾക്കിടയിൽ വലിയ തോതിൽ ചർച്ച നടക്കുന്നു. ഈ കരട് പ്രമേയത്തിലൂടെ ഗസയിൽ എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ കൊണ്ടുവരാനും അതിലൂടെ ഭക്ഷ്യവസ്തുക്കൾ സുരക്ഷിതമായിട്ട് ഗസയിൽ വിതരണം ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരുക്കണം എന്ന ഒരൊറ്റ അഭ്യർത്ഥനയാണ് ഈ ഒരു കരട് പ്രമേയത്തിൻ്റെ കാതൽ. പക്ഷേ അതിൽ പോലും വെടിനിർത്തൽ എന്ന പദത്തോട് തങ്ങൾക്ക് താല്പര്യമില്ല, അത് മാറ്റണം എന്ന് അമേരിക്ക ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് ഹോസ്റ്റിലിറ്റീസ് എന്ന ഒരു പദം ചേർത്തുകൊണ്ട് ഗസയിലുള്ള ഈ ഒരു സംഘർഷാത്മകമായ അവസ്ഥ ഒഴിവാക്കിക്കൊണ്ട് ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യാനുള്ള അനുകൂലമായ സാഹചര്യം UN-ന് ഉണ്ടാക്കണം എന്ന അർത്ഥത്തിലേക്ക് ആ പ്രമേയത്തെ കുറെ കൂടി അതിൻ്റെ പദങ്ങൾ മാറ്റി എടുത്തതിന് ശേഷം മാത്രമാണ് അമേരിക്ക ആ ചർച്ചയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പോലും അമേരിക്ക ആ പ്രമേയത്തെ വീറ്റോ ചെയ്യുമോ എന്ന ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അല്പം മുമ്പ് US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ആന്റണി ബ്ലിങ്കന്റെ പ്രതികരണം വന്നു. ഗസയിൽ ഈ സുരക്ഷിതമായിട്ട് ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നതിന് തങ്ങൾ എതിരല്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ പ്രമേയത്തെ പിന്തുണയ്ക്കുകയാണെങ്കിൽ അത് പക്ഷേ വെടിനിർത്തൽ എന്ന സ്വഭാവത്തിലേക്ക് അത് വരുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഈ സുരക്ഷിതമായിട്ട് ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യാനുള്ള ഒരു നീക്കം മാത്രമായിരിക്കും ഉണ്ടാവുക. അതിലപ്പുറത്തേക്ക് അത് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ബന്ദി കൈമാറ്റത്തിൻ്റെ നേരത്തെയുള്ള വെടിനിർത്തലിൻ്റെ, കാരണം 45-ാം ആക്രമണത്തിൻ്റെ 45-ാം ദിവസമായിരുന്നു ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന വെടിനിർത്തൽ ഉണ്ടായിരുന്നത്. അതേപോലുള്ള ഒരു വെടിനിർത്തലിനോട് തങ്ങൾ അനുകൂലമാണ് എന്ന് US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അതായത് ബന്ദികളെ ഇപ്പോൾ 2 മാസം പിന്നിടുകയാണ്. താൽക്കാലികമായെങ്കിലും യുദ്ധത്തിന് ഒരു അറുതി വേണം എന്ന് തന്നെയാണ് എല്ലാ ലോകരാഷ്ട്രങ്ങളും ലോക ജനതയും ഒക്കെ ആഗ്രഹിക്കുന്നത്. ഈ സമാധാന ചർച്ചകളും വെടിനിർത്തൽ ചർച്ചകളും ഒക്കെ ഒരു ഭാഗത്ത് തുടരുമ്പോഴും ഗസയിലെ ആക്രമണത്തിന്റെ ഒരു തോത് ഇപ്പോൾ എങ്ങനെയാണ് നാസർ? ആക്രമണം കൂടുതൽ കടുപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പുതിയ മരണസംഖ്യയൊക്കെ പുറത്തു വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇന്നും ഇന്നലെയുമായിട്ട് ഏതാണ്ട് 200-ലധികം പേർ മരണപ്പെട്ടു എന്ന ഔദ്യോഗികമായി തന്നെ ഗസയിലെ ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 20,000-ന് മുകളിലേക്ക് മരണസംഖ്യ ഉയർന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ആശുപത്രികളുടെ പ്രവർത്തനം പൂർണ്ണമായിട്ട് തന്നെ തകർന്ന ഒരു സാഹചര്യത്തിൽ മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. പരിക്കേറ്റവർക്ക് പോലും ഒരു ചികിത്സ ലഭ്യമല്ലാത്തൊരു സാഹചര്യം തുടരുന്നു. ഭക്ഷണത്തിനും വെള്ളത്തിനും മരുന്നിനും വേണ്ടിയുള്ള ജനതയുടെ ഏറ്റവും ആപൽക്കരമായിട്ടുള്ള ഒരു മാനുഷിക ദുരന്തത്തിലേക്ക്
കാര്യങ്ങൾ നീങ്ങുന്നു. ലോകാരോഗ്യ സംഘടന പോലും തങ്ങളുടെ ജീവനക്കാർക്ക് സുരക്ഷിതമായിട്ട് ഈ സേവനം നടത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു. ലോകത്തെ ഒരു യുദ്ധത്തിലും ഇല്ലാത്ത വിധത്തിൽ 130-ലധികം UN ജീവനക്കാർ കൊല്ലപ്പെടുന്നു. മാധ്യമപ്രവർത്തകർ 98 പേർ കൊല്ലപ്പെടുന്നു. അപ്പോൾ ഇത്രയും ആസൂത്രിതമായിട്ടുള്ളൊരു നരമേധമാണ് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അതിലൊരു മാറ്റവും ഈ സമയം വരെ ഉണ്ടായിട്ടില്ല. ഇന്നലെ ഹമാസ് നേതൃത്വം വ്യക്തമാക്കിയതുപോലെ ഗസയിൽ ഒരു ഇഞ്ച് സ്ഥലം പോലും പിന്നെ സുരക്ഷിതം എന്ന് പറയുന്നൊരവസ്ഥയിൽ എല്ലായിടത്തേക്കും ഈ വ്യോമാക്രമണം നീളുകയും വലിയ തോതിലുള്ള ബോംബുകൾ വർഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. കുഞ്ഞുങ്ങളും സ്ത്രീകളും തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇരകളായിട്ട് മാറിയിരിക്കുന്നത്. അതിലൊന്നും ഈ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ പോലും അതിലൊരു മാറ്റവും വന്നിട്ടില്ല. പക്ഷേ ഇന്ന് അതേ സമയം ഈ ചെങ്കടൽ കേന്ദ്രീകരിച്ചുള്ള സംഘർഷം കുറെ കൂടി വിപുലപ്പെടുന്നതിൻ്റെ ആപൽക്കരമായിട്ടുള്ള സൂചനകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇന്ന് ഹൂത്തി നേതാവിൻ്റെ ഒരു പ്രതികരണം വന്നു. കാരണം കപ്പലുകൾക്ക് വേണ്ടി ഒരു സുരക്ഷാ സേന രൂപീകരിച്ച അമേരിക്കൻ നടപടിയെ ഹൂത്തികൾ ചോദ്യം ചെയ്യുകയാണ്. ഏതെങ്കിലും രാജ്യം ഇതിൻ്റെ ഭാഗമാവുകയും യമനെതിരെ ആക്രമണത്തിന് തുനിയുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം രാജ്യങ്ങൾക്കെതിരെയും ആക്രമണം ഉണ്ടാകും എന്ന് തന്നെയാണ് ഹൂത്തികൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിരവധി ഷിപ്പിംഗ് കമ്പനികളാണ് ആ ചെങ്കടൽ മുഖേനയുള്ള കയറ്റിറക്കുമതിയും അതിൻ്റെ ചരക്ക് കടത്തിൽ നിന്ന് അവർ പിൻവാങ്ങിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ആഗോള സമ്പദ്ഘടനയ്ക്ക് തന്നെ ഇത് വലിയ ഭീഷണി ഉയർത്തും. അതിലപ്പുറം ഇത് ഏതെങ്കിലും നിലയ്ക്ക് ഒരു സംഘർഷം ഇനി വിപുലപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മേഖലയിലേക്ക് ഒരു പടരുന്ന ഒരു സംഘർഷ അവസ്ഥ ഉണ്ടാവും. അത് എല്ലാ മേഖലയിലെ രാജ്യങ്ങളെയും ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടി രൂപപ്പെടും. അത് അവോയ്ഡ് ചെയ്യാനുള്ള നീക്കങ്ങൾ ഒമാന്റെ മധ്യസ്ഥതയിൽ തുടരുന്നുണ്ട്. ഹൂത്തികളും അമേരിക്കയുമായിട്ടുള്ള ഇടനിലക്കാർ എന്ന നിലയ്ക്ക് ഒമാനാണ് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഫലപ്രദമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ സംഘർഷം കുറെ കൂടി വ്യാപ്തിയിലേക്ക് നീളുന്നതിൻ്റെ ആപൽക്കരമായിട്ടുള്ള സന്ദേശം കൂടിയാണ് ചെങ്കടൽ ഭാഗത്തു നിന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ശരി, MC നാസറാണ് ദുബൈയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.